പ്രിയമുള്ളവരെ, വചനജ്വാല 1384 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 15 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ഞായറാഴ്ച സങ്കീർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ഇന്ന് 3 ചെറിയ അധ്യായങ്ങൾ 148, 149, 150 ഈ അധ്യായത്തോടുകൂടി സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നു. നാളെ മുതൽ സുഭാഷിതങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഇന്നത്തെ വചന വായനയിലേക്ക് ക്ഷണിക്കുന്നു. 148 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് ആദ്യം നാം ശ്രവിക്കുക. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്തു നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്തിന് മേലുള്ള ജലസഞ്ചയമേ കർത്താവിനെ സ്തുതിക്കുവിൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ, കടലിലെ ഭീകരജീവികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അഗ്നിയും കന്മഴയും മഞ്ഞും കർത്താവിനെ സ്തുതിക്കുവിൻ. പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ. കർത്താവിനെ സ്തുതിക്കുവിൻ. 149 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. വിജയഗീതം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇതിൽ നാം ശ്രവിക്കുക. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ. അവർ ഇരുവായ് തലയുള്ള വാൾ കയ്യിലേന്തട്ടെ. രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മള് സങ്കീർത്തനങ്ങൾ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് 150 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ
6 വരെ അധ്യായങ്ങളോടുകൂടി സങ്കീർത്തനങ്ങൾ സമാപിക്കും. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് മഹിതാശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുകയും തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് സങ്കീർത്തനം അവസാനിച്ചു. നാളെ മുതൽ സുഭാഷിതങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ ജർമൈൻ കുസിനെ അനുസ്മരിക്കുന്ന പുണ്യദിനമാണ്. ഒരു കൈ സ്വാധീനമില്ലാത്തതും കണ്ടമാല എന്ന അസുഖം ബാധിച്ചവളുമായിരുന്നു ജർമൈൻ. ശിശുപ്രായത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു. രണ്ടാനമ്മ അസുഖം പകരാതിരിക്കാൻ കുതിരാലയം പോലെയുള്ള ഒരു മുറിയിലാണ് താമസിപ്പിച്ചിരുന്നത്. ഭക്ഷണം കൃത്യമായി കൊടുത്തിരുന്നില്ല. ആടുമേക്കലായിരുന്നു ജോലിയെങ്കിലും ജർമൈന്റെ ചിന്തകൾ ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്നു. പഠിച്ചിട്ടില്ലെങ്കിലും ജപമാല ചൊല്ലിയിരുന്നു. വിശുദ്ധ കുർബാനയും പള്ളിപ്രസംഗങ്ങളുമായിരുന്നു വിജ്ഞാനകോശം. ദൈവമാതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. വളരെ ദുർലഭമായി ലഭിച്ചിരുന്ന ഭക്ഷണം പോലും ദരിദ്രരുമായി പങ്കുവച്ചിരുന്നു. നിറഞ്ഞ നദിക്ക് മുകളിലൂടെ നടന്നു പോയതായി പറയപ്പെടുന്നു. വിശുദ്ധതയിൽ ഏകാന്തതയോട് ഒരുപാട് പൊരുതി 22-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയരെ, വിശുദ്ധ ജർമൈൻ ഹുസൈനെ ഒരു കൈ സ്വാധീനമില്ലാത്തതും അസുഖബാധിതയുമായിരുന്ന വിശുദ്ധ ജർമൈൻ ഹുസൈൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു.